അനന്യയും അശ്വിനും ആ കിണറ്റിൻ കരയിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ ചെന്നു. കിണറ്റിൻ്റെ ആഴം കാണാൻ കഴിഞ്ഞില്ല. വിളിക്കുന്ന ആളുടെ മുഖം ഇപ്പോഴും വ്യക്തമായിരുന്നില്ല. സംശയം തോന്നിയ അശ്വിൻ ഒരു കല്ലെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. കല്ല് താഴെ വീണതിൻ്റെ ശബ്ദം കേട്ടില്ല. അത് അവരെ കൂടുതൽ ഭയപ്പെടുത്തി. പെട്ടെന്ന് വിളിച്ച ആൾ ഒരു വിചിത്രമായ ചിരിയോടെ അവരെ നോക്കി. അവൻ്റെ രൂപം പതിയെ മാറാൻ തുടങ്ങി. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല. നീണ്ട നഖങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു ഭീകരജീവിയായി അത് മാറി. അനന്യയ്ക്കും അശ്വിനും കാര്യം മനസ്സിലായി. അവരെ കെണിയിൽപ്പെടുത്താൻ ആ നിഴലുകൾ ഒരുക്കിയ തന്ത്രമായിരുന്നു അത്. അവർ വേഗത്തിൽ തിരിഞ്ഞോടി. ആ ഭീകരജീവി അവരെ പിന്തുടർന്നു. അവർ ഓടി ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കെത്തി. ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. പക്ഷേ അതിൻ്റെ കൽഭിത്തികൾക്ക് ശക്തിയുണ്ടായിരുന്നു. അവർ ക്ഷേത്രത്തിനുള്ളിൽ കയറി വാതിലടച്ചു. പുറത്ത് ആ ഭീകരജീവി അലറി വിളിച്ചു. ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തകർക്കാൻ ശ്രമിച്ചു. അനന്യയും അശ്വനും ഭയന്നു വിറച്ചു. പെട്ടെന്ന് അനന്യയുടെ ശ്രദ്ധ ക്ഷേത്രത്തിലെ ഒരു പഴയ ലിഖിതത്തിൽ പതിഞ്ഞു. അതിൽ ഈ നിഴലുകളെ തുരുത്താനുള്ള ഒരു മന്ത്രം എഴുതിയിരുന്നു. അവർ ഒരുമിച്ച് ആ മന്ത്രം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. മന്ത്രത്തിൻ്റെ ശക്തിയാൽ ക്ഷേത്രത്തിൽ ഒരു വെളിച്ചം നിറഞ്ഞു. പുറത്തുണ്ടായിരുന്ന ഭീകരജീവിയുടെ അലർച്ച പതിയെ ഇല്ലാതായി. വെളിച്ചം ശക്തമായപ്പോൾ ആ നിഴൽ രൂപം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ശ്വാസം നേരെ വിട്ട് അവർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. അപ്പോഴാണ് കിണറ്റിൻ കരയിൽ അവർ ഒരു ചെറിയ പെട്ടി ശ്രദ്ധിച്ചത്. അതിൻ്റെ രൂപം ഭൂപടത്തിൽ കണ്ട നിധിയുടെ പെട്ടിയെ പോലെ തോന്നി. ആകാംക്ഷയോടെ അവർ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. പെട്ടി തുറന്നപ്പോൾ അവർ കണ്ടത് തിളങ്ങുന്ന 3 വജ്രങ്ങൾ പതിച്ച ഒരു മോതിരമായിരുന്നു. എന്നാൽ അതിലൊരു വജ്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. മോതിരത്തിന് അടുത്തായി ഒരു ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഈ നിധി 3ാമത്തെ വജ്രമില്ലാതെ ഉപയോഗശൂന്യമാണ്. നിധി കണ്ടെത്തിയെങ്കിലും അതിൻ്റെ പൂർണ്ണതയില്ലാത്ത അവസ്ഥ അവരിൽ നിരാശയുണ്ടാക്കി. ആരായിരിക്കും ആ 3ാമത്തെ വജ്രമെടുത്തത്? എവിടെയായിരിക്കും അത് ഒളിപ്പിച്ചിട്ടുണ്ടാവുക? ആ നിഗൂഢത അവരെ വീണ്ടും ഒരു സാഹസിക യാത്രയ്ക്ക് പ്രേരിപ്പിക്കുമോ?